ഇൻസ്റ്റഗ്രാം ത്രൂ പരിചയപ്പെട്ട കുറച്ച് ഗേൾസിന്റെ കൂടെ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോയാൽ എങ്ങനെയിരിക്കും? ഹായ് ഗായ്സ്, വെൽക്കം ടു സൂപ്പർ സാനിക്സ് മൊറോക്കൻ ഗേൾസ് ട്രിപ്പ്. യുകെന്ന് ഏറ്റവും എളുപ്പത്തിലും ചീപ്പായിട്ടും പോയി വരാൻ പറ്റുന്ന ഒരു കൺട്രിയാണ് മൊറോക്കോ. മൊറോക്കോക്ക് പോകാനായിട്ട് ഈ വിസയാണ് നമുക്ക് വേണ്ടത്. ഞാനും എന്റെ കൂട്ടാളികളിൽ ഒരാളും കൂടെ മാഞ്ചസ്റ്റർ എയർപോർട്ടിൽ നിന്ന് കയറി മറാക്കേഷ് വന്ന് ഇറങ്ങിക്കാണ് കേട്ടോ. ഇമിഗ്രേഷനിൽ ഈ വിസയും താമസിക്കാൻ പോകുന്ന ഹോട്ടലിന്റെ പേരും മാത്രമാണ് ഞങ്ങളോട് ചോദിച്ചത്. എയർപോർട്ടിന്റെ അകത്ത് തന്നെയുള്ള ഒരു എക്സ്ചേഞ്ചിൽ നിന്ന് കൊടുന്ന പൗണ്ട് ഞങ്ങൾ മൊറോക്കൻ ദിർഹമാക്കി മാറ്റി. ചുവന്ന രാജ്യം എന്നറിയപ്പെടുന്ന മൊറോക്കോ എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കപ്പെട്ടത്? ഇവിടുത്തെ ബിൽഡിംഗ്സും വാൾസും മണ്ണും കണ്ടപ്പോൾ മനസ്സിലായി നമുക്ക്. 4 മൊറോക്കൻ ദിർഹംസ് കൊടുത്ത് മൊറോക്കൻ പീപ്പിൾസിന്റെ കൂടെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്ത് നമ്മൾ മദീനയ്ക്ക് പോയത് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിനൊരു അറ്റമില്ലെന്ന് തോന്നിപ്പോകുന്ന കച്ചവടക്കാരെ കൊണ്ട് നിറഞ്ഞ ഇടതൂർന്ന സൂക്കുകൾ ഉണ്ട് കേട്ടോ മദീനയിൽ കാണാൻ. നമ്മൾ അങ്ങനെ വന്നത് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന റിയാദിലാണ്. നടുമുറ്റും ഇന്റീരിയർ ഗാർഡൻ ഒക്കെ ഉള്ള മൊറോക്കൻ ട്രഡീഷനിലുള്ള ഹോട്ടൽസിനെ പറയുന്ന പേരാണ് റിയാദ്. സോ മൊറോക്കോ വരുന്നവര് റിയാദ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ നല്ലതായിരിക്കും. നമ്മൾ 4 ഗേൾസിന് സ്റ്റേ ചെയ്യാൻ പറ്റിയ റിയാദിൽ ഒരു സ്പേസ് ആണ് ഈ കാണുന്നത്. അങ്ങനെ ലഗേജ് ഒക്കെ വെച്ച് ഞങ്ങൾ നേരെ ഫുഡ് അടിക്കാൻ പോയി. 8 പൗണ്ടിന് ഈക്വലന്റ് ആയിട്ടുള്ള മൊറോക്കൻ ദിർഹം കൊടുത്താൽ 2 പേർക്ക് അടിപൊളിയായി വയറ് നിറച്ച് മൊറോക്കൻ ഫുഡ് കഴിക്കാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ മറാക്കേഷ് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങി.